നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യൻ അവൻ പള്ളിയിൽ പോവാൻ പാടില്ല. പള്ളിയിൽ പോവൽ കറാഹത്താണ്. ആർക്ക്? വായിൽ ദുർഗന്ധമുള്ളവന്. എന്നിട്ട് ഉദാഹരണം പറയുന്നത് ഉള്ളി ഭക്ഷിച്ചവൻ. ഇന്നത്തെ കാലത്തൊരു ഉദാഹരണം പറഞ്ഞാൽ പുകവലിച്ചവൻ വായ കഴുകാതെ ബ്രഷ് ചെയ്യാതെ ആ ഗന്ധവുമായിട്ട് പള്ളിക്കുള്ളിൽ കയറൽ കറാഹത്താണ്. അതുപോലെ ഉള്ളി ഭക്ഷിച്ചവൻ, സവോള കഴിച്ചവൻ, അവൻ വായ കഴുകാതെ ആ ഉള്ളി കഴിക്കുമ്പോഴുള്ള ഗന്ധവുമായിട്ട് പള്ളിയിലേക്ക് കയറൽ കറാഹത്താണ്. ചെയ്യാതിരിക്കലാണ് നല്ലത്. ചെയ്യാതിരുന്നാൽ കൂലി അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? ഉള്ളി കഴിച്ചവനും അതുപോലെ പുകവലിച്ചവനൊക്കെ നല്ലതുപോലെ ബ്രഷ് ചെയ്ത് വായ കഴുകിയിട്ട് മാത്രമേ പള്ളിക്കുള്ളിലേക്ക് കടക്കാൻ പാടുള്ളൂ. കാരണം പള്ളിയിൽ കടക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ അത് അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണ്, ഒരു സംഭാഷണമാണ്. അത് വൃത്തിയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമാണ്. വൃത്തിയോടുകൂടി